പട്ടാപ്പകൽ പള്ളിയിൽ കയറി ഭണ്ഡാരപ്പെട്ടി മോഷ്ടിച്ച സ്ഥിരം ഭണ്ഡാര മോഷ്ടാവ് അറസ്റ്റിൽ. കൽപ്പകഞ്ചേരി സ്വദേശി ഷിഹാബുദ്ദീനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത മോഷ്ടാവിനെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. ഷിഹാബുദ്ദീനെതിരെ സമാനമായ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജിഷാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന്. ജിഷാദ്, ഇത് ആദ്യമായിട്ടുള്ളൊരു കേസല്ല. ഷിഹാബുദ്ദീൻ സ്ഥിരം ഭണ്ഡാര മോഷ്ടാവാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ അന്വേഷണം വലിയ വെല്ലുവിളിയായിരുന്നു. എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞത്? ടോം, ഇക്കഴിഞ്ഞ 6-ാം തീയതി ആയിരുന്നു ഈ മോഷണം നടക്കുന്നത്. ഈ തൊഴുവാനൂര് പള്ളിയിൽ തന്ത്രപരമായി കയറിയ പ്രതി ഈ ഭണ്ഡാരം മോഷ്ടിക്കുകയായിരുന്നു. ഈ പ്രതിയുടെ രീതി എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ തീരെ യൂസ് ചെയ്യാറില്ല. ഈ പോലീസിന് ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഈ മോഷ്ടാവിനെ കണ്ടെത്തുക എന്നത്. ഈ കൽപ്പകഞ്ചേരി സ്വദേശി ഷിഹാബുദ്ദീനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റിലായിട്ടുള്ളത്. CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നത്. ഈ പ്രതി സമാനമായ നിരവധി കേസുകൾ പ്രതിയാണ്. എന്തായാലും പോലീസിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു ഈ മോഷണം നടക്കുന്നത്. പള്ളിക്കുള്ളിൽ സ്ഥാപിച്ച ഭണ്ഡാരപ്പെട്ടി ഷിഹാബുദ്ദീൻ പള്ളിയിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തുകയായിരുന്നു. ഈ പള്ളി സെക്രട്ടറിയുടെ പരാതിമേലാണ് ഈ പോലീസ് അന്വേഷണം നടത്തുന്നത്. സമാന രീതിയിലുള്ള മോഷണങ്ങൾ നടത്തിയ പ്രതി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പിടികൂടുന്നത്. ഇയാളുടെ നാട്ടിലും സമാനമായ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ടോം, യെസ്, എന്തായാലും ഈ സ്ഥിരം മോഷ്ടാവാണ് ഇയാൾ. ഇനിയും ജാമ്യം കിട്ടി പുറത്തിറങ്ങാം, പഴയ പണി തന്നെ തുടരാം. പക്ഷെ ഇങ്ങനെയുള്ള മോഷ്ടാക്കൾക്കെതിരെ ഒരു ശക്തമായ നടപടി വേണ്ടതാണ്, അതല്ലെങ്കിൽ പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണം വേണ്ടതാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഷിഹാബുദ്ദീനെ പോലീസ് ഇങ്ങനെ കൃത്യമായി നിരീക്ഷിക്കാതിരുന്നത്? ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ പണി തുടരാനുള്ള സാധ്യതയില്ലേ ജിഷാദ്? ടോം, തീർച്ചയായും നിരവധി കേസുകളിലെ സമാനമായ കേസുകളിൽ പ്രതിയാണ് ഷിഹാബുദ്ദീൻ. മാത്രമല്ല, പോലീസ് നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ മൊബൈൽ ഫോണുകൾ ഈ ഷിഹാബുദ്ദീൻ യൂസ് ചെയ്യുന്നില്ല. തന്ത്രപരമായി, അതായത് ഈ ടവർ ലൊക്കേഷൻ എടുക്കുന്ന പോലീസ് ഈ ഷിഹാബുദ്ദീനെതിരെ കേസുമായി ബന്ധപ്പെട്ട് ഈ ടവർ ലൊക്കേഷൻ കിട്ടാത്ത സ്ഥിതി അടക്കം ഉണ്ടായിരുന്നു. ഈ പോലീസ് ആക്ട് പ്രകാരം നിരവധി കേസുകളിൽ പ്രതിയാണ്. അതായത് ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളും വെച്ചായിരുന്നു പോലീസ് ഈ ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും പോലീസിനെ അഭിനന്ദിക്കേണ്ട ഒരു സ്ഥിതിയാണ്. വളാഞ്ചേരി പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. ജിഷാദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്ഥിരം ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഷിഹാബുദ്ദീനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.